അപ്പോ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു മോർണിംഗിൽ ഇന്ന് ഇവിടെ എത്തിയത് ഞാൻ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി വെൽത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതിന്, വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്ന് അറിവ് തേടിക്കൊണ്ടിരിക്കുന്നതിന് നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അപ്പൊ മുമ്പെയുള്ള ഒരുപാട് ട്രെയിനിങ് സെഷനുകളിൽ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ നമ്മുടെ എന്റെ പേര് ഫിദ എന്നാണ് കേട്ടോ. ഓക്കെ. അപ്പോ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഫൈനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത എന്തുകൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഈ സാമ്പത്തിക സാക്ഷരത? നിങ്ങൾ എന്താണ് ഈ സാമ്പത്തിക സാക്ഷരത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് എന്താണ് ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അറിയാമോ? നോ ഐഡിയ അല്ലേ? ഓക്കെ. നിങ്ങളൊക്കെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, ഓക്കെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ക്യാഷ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. യെസ് യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മളൊക്കെ ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആകെ 4 വയസ്സേ പ്രായമുള്ളൂ, അല്ലെങ്കിൽ 5 വയസ്സേ പ്രായമുള്ളൂ. നിങ്ങളെ ആദ്യമായിട്ട് LKG ക്ലാസ്സിൽ കൊണ്ടുപോന്നിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു നിങ്ങളുടെ പാരന്റ്സ്. സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. ടീച്ചർ ആകെ ഒരു എയും ബിയും മാത്രമേ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആകെ നിങ്ങൾക്ക് അറിയുന്ന 2 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? എയും ബിയും മാത്രമാണ്. അങ്ങനെ ഈ എയും ബിയും ഒക്കെ പഠിച്ച് നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് വരികയാണ്. സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ടീച്ചർ എന്ത് ചെയ്തു? നിങ്ങളോട് പറഞ്ഞു, മോനെ അല്ലെങ്കിൽ മോളെ ഇരിക്ക്, ഇന്നൊരു എക്സാം ഉണ്ടെന്ന് പറയാണ്. എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എക്സാം അല്ലേ. ടീച്ചർ എന്ത് തന്നു? ഒരു കുഞ്ഞു പെൻസിൽ എടുത്ത് കയ്യിൽ തന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നു, ആൻസർ ഷീറ്റ് തന്നു. എന്നിട്ട് നിങ്ങളോട് സീറ്റിൽ പോയി ഇരിക്കാൻ പറയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? എക്സാം തുടങ്ങി. എക്സാം തുടങ്ങി നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാ? എക്സാം എഴുതാൻ നോക്കൂല്ലേ? പക്ഷെ എക്സാം എഴുതാൻ നോക്കുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. എന്ത്? ആകെ നിങ്ങൾ 2 അക്ഷരേ പഠിച്ചിട്ടുള്ളൂ, എയും ബിയും. ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലോ LKGയിലെ മൊത്തം സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. എയും ബിയും മാത്രം എഴുതൂല്ലേ? അപ്പൊ ആ രൂപത്തില് അറിയുന്ന രൂപത്തിൽ എക്സാം എഴുതും. ഈ എയും ബിയും മാത്രം പഠിച്ചുകൊണ്ട് LKGയിലെ മൊത്തം സിലബസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ കൊടുക്കാൻ? പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താവും? നമ്മള് എക്സാമില് ഫെയിൽ ആയി പോകും. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ എയും ബിയും വരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം എഴുതിയിട്ട് ബാക്കി ഇങ്ങനെ അട്ടത്ത് നോക്കി, ഇല്ലേ? റിയൽ ലൈഫില് പലപ്പോഴും നമ്മൾ ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കാറുണ്ട്. എപ്പോഴെങ്ങനെ മാനത്ത് നോക്കിയിരിക്കുന്നത്? കയ്യിൽ ഒരു 5ന്റെ പൈസയും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കുക. LKGയില് എയും ബിയും മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതാനിരുന്ന അതേ ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. നമ്മുടെ കയ്യില്, കുട്ടീന്റെ കയ്യിൽ എന്തുണ്ട്? നല്ല ബ്രെയിൻ ഉണ്ട്, നല്ല പവറൊക്കെ ഉള്ള നല്ല ബ്രെയിൻ ഉണ്ട്. കുട്ടിക്ക് എഴുതാൻ കൈയുണ്ട്, കയ്യിൽ പെൻസിൽ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ആൻസർ ഷീറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. പക്ഷെ എന്തില്ല? നോളജ് ഇല്ല, അറിയില്ല, അക്ഷരങ്ങളിൽ അറിവില്ല. അതുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വിജയിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നമുക്ക് നല്ലൊരു ബ്രെയിൻ ഉണ്ട്, നല്ല അടിപൊളി ഒരു ബ്രെയിൻ ഉണ്ട്, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ കയ്യിൽ ഇൻകം എത്തുന്നുണ്ടാവും. ഒന്നുകിൽ നമ്മുടെ ജോലിയിൽ നിന്നുള്ള വരുമാനമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊക്കെ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ടാവും.
പക്ഷെ നമ്മൾ A to Z വരെയുള്ള ആൽഫാബറ്റിൽ എയും ബിയും മാത്രം പഠിച്ചിട്ടിരിക്കുക. എന്ത് പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയുന്നത്. അത് എങ്ങനെ ഏത് രൂപത്തില് മൾട്ടിപ്ലൈ ചെയ്യിക്കണം, അതെങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് ആ പണത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമുക്ക് അറിയുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാനത്ത് കാക്കകളിലേക്ക് നോക്കിയിട്ട് അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കും. 1-ാം തീയതി സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും, കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ടാവും. 30-ാം തീയതി ആവുമ്പോഴേക്കും നമ്മൾ ആലോചിക്കും, ഈ പൈസയൊക്കെ എവിടെ പോയി? ഇത് വാനിഷ് ആയി പോയോ? അല്ലെ, ആവിയായി പോയോ ഈ പൈസയൊക്കെ? പിന്നിലേക്ക് നോക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക, എന്ത്, ആ ഇത് ഇന്ന ചെലവ്. കയ്യില് ഒരു രൂപ പോലും മന്ത് ആവുമ്പോഴേക്ക് ബാക്കിയാവുന്നില്ല. പിന്നെ ബാക്കി പൈസക്ക് എന്ത് ചെയ്യും? നെട്ടോട്ട് ഓടുകയാണ്, കടം വാങ്ങാന്, ലോൺ എടുക്കാന്, അല്ലേ, ചിട്ടി പിടിക്കാന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഓട്ടമാണ്. അപ്പൊ എവിടെയാ പ്രശ്നമുള്ളത്? പൈസ കിട്ടാത്തടത്താണോ പ്രശ്നം? കിട്ടുന്നുണ്ടോ? പൈസ കിട്ടുന്നുണ്ടോ? യെസ്, കിട്ടുന്നുണ്ട്. കിട്ടിയ പൈസ കിട്ടാൻ കാരണം നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നല്ല രൂപത്തില് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ സ്കില്ല് നമ്മളെ പഠിപ്പിച്ചു തരും. ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ നല്ല എക്സൽ ചെയ്യാനുള്ള, നല്ല രൂപത്തിൽ തിളങ്ങാനുള്ള അറിവ്, അതിനുള്ള സ്കില്ല്, ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു തരും. പക്ഷേ ഈ കിട്ടുന്ന പണത്തിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ ലോട്ടറി അടിക്കുന്ന ആൾക്കാര്? അല്ലേ, ഞങ്ങൾക്ക് ഡയറക്റ്റ് പരിചയമുണ്ടോ? അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ലോട്ടറി അടിച്ച് ഇരിക്കുന്ന ഏതെങ്കിലും ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളൊക്കെ ഉണ്ടോ? ലോട്ടറി അടിച്ച ആൾക്കാരെ പരിചയം ഉണ്ടാവൂല്ലേ? ഈ ലോട്ടറി അടിച്ച ആൾക്കാരിൽ നമുക്ക് കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ, കോമൺ ആയിട്ട് കാണാൻ പറ്റിയ, 5000 അടിച്ചിട്ടുണ്ടോ? ഓ ഗ്രേറ്റ്. ഓക്കെ. അപ്പൊ കോമൺ ആയിട്ട് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കിട്ടിയ പണം എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അറിയില്ല. ശരിയാണ് ശരിയാണ്. അപ്പൊ അതിനൊരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നത്. ഓക്കെ. അപ്പൊ ലോട്ടറി അടിച്ച ആൾക്കാരുടെ കയ്യില് സാധാരണ ഒരു ഒന്നുകിൽ വളരെ പാവപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഈ ലോട്ടറി പോയിട്ട് എടുക്കുന്നത്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ലോട്ടറി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പൈസ നമ്മുടെ കിട്ടുകയാണ്. കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് അവിടെ ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. എന്താ? വലിയൊരു എമൗണ്ട്, 10 ലക്ഷമോ 20 ലക്ഷമോ 1 crore ഒക്കെ, 1 കോടിയോ ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് വലിയൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. പക്ഷെ ഈ പണത്തിനെ ഇഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു നോളജ്, ആ ഒരു അറിവ് അതില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? കയ്യും കണക്കും ഇല്ലാതെ അത് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കറിയാം, സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ വളരെ കൂടുതലാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മള് ഇത് സ്പെൻഡ് ചെയ്ത് അവസാനം ഇത് തീരും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും തിരിച്ച് പഴയ ആ ഒരു അവസ്ഥയിലോട്ട് തന്നെ മടങ്ങി വരും. പഴയ ആ ഒരു സാമ്പത്തിക നിലയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ കയ്യിൽ പൈസ ഇല്ലാത്തതല്ല പ്രശ്നം. അപ്പൊ നിങ്ങൾ നോക്കൂ, മന്തിന്റെ ഫസ്റ്റ് 1-ാം തീയതി സാലറി വരുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ചിട്ടി പിടിക്കുന്നുണ്ട്. പക്ഷെ ഈ പൈസ ഒക്കെ എവിടെ പോകുന്നു? ഈ പൈസയെ ശരിയായ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു, പണത്തിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇതില് സമ്പന്നരാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? പണം വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ
എത്ര പേരുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവരും നന്നായിട്ട് പൈസ ഉണ്ടാക്കണം, പണം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്, അല്ലെ? അതെ, അല്ലാതെ നിങ്ങളിപ്പോ വെറുതെ വന്നിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലല്ലോ. സാമ്പത്തിക സാക്ഷരതയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലല്ലോ. ഓക്കെ. അപ്പോ ഈ യഥാർത്ഥത്തില് നമുക്ക് നമ്മുടെ സാമ്പത്തിക നില തീരുമാനിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന പണത്തിന്റെ എമൗണ്ട് അല്ല. പിന്നെ എന്താണ്? നമ്മൾ അതിനെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. എങ്ങനെയാണ് നമ്മുടെ പണവ്യയശീലം എന്ന് പറയും, അതായത് സ്പെൻഡിങ് കൾച്ചർ, പൈസ ചെലവഴിക്കുന്ന ആ ഒരു കൾച്ചർ, നമ്മുടെ ആ ഒരു സംസ്കാരം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക നില തീരുമാനിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് നല്ല പണക്കാരനാവണം, അതായത് മില്യൺസ്, ബില്യൺസ്, ട്രില്യൺസ് ഒക്കെ സമ്പാദിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ഇത്രയും ഒരുപാട് പണം നിങ്ങൾക്ക് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? എന്താ ചെയ്യേണ്ടത്? യെസ്, തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ആഗ്രഹം വേണം ആദ്യം. പിന്നെ എന്താണ്? നമ്മൾ ആ പണം അർഹിക്കുന്നുണ്ട്, എനിക്കത് കിട്ടാനുള്ള അർഹതയുണ്ട് എന്നുള്ള ഒരു ഫീലിലേക്ക് നമ്മൾ എത്തണം. ഞാൻ ആ ഒരു റിച്ച്നെസ്, ആ ഒരു സമ്പത്ത്, ആ ഒരു സമൃദ്ധി, അതിന് അത് ഞാൻ അർഹിക്കുന്നുണ്ട്, എനിക്കത് ആവശ്യമാണ് എന്നുള്ള ഒരു ആ ഒരു ഡിസേർവ് ചെയ്യുന്നുണ്ട്, എനിക്ക് അതിന് അർഹതയുണ്ട് എന്നുള്ള തോട്ടിലേക്ക് നമ്മൾ ആദ്യം എത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നമ്മളുടെ സ്കിൽ എന്താണ്, നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത് തിരിച്ചറിയാം, നമ്മുടെ പാഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ടോ സ്കില്ലും പാഷനും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എങ്ങനെയാണ്? നമ്മൾ നമ്മളുടെ നോളജ് കൂട്ടിക്കൊണ്ടുവരിക, നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. ഈ രൂപത്തില് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് അറിയാതെ എന്ത് വരും? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് വരും? പണം വരും. ഇങ്ങനെ നമ്മളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്ന പണം കാരണം നമ്മൾ നല്ലൊരു സമ്പത്തിലും സമൃദ്ധിയിലും സമാധാനത്തിലും ഒക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ എന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഒരു ദിവസം ഈ ഇൻകം അങ്ങ് നിൽക്കുകയാണ്, ഈ സമ്പത്ത് അങ്ങോട്ട് നിൽക്കുകയാണ്, ഈ ഫ്ലോ അങ്ങോട്ട് നിൽക്കുകയാണ് എന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും? എങ്ങനെ സർവൈവ് ചെയ്യും നമ്മൾ? നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ ഫ്ലോ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിലും നിന്ന് പോകും, അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ പണത്തിന്റെ ആ ഒരു ഫ്ലോ അതവിടെ സ്റ്റോപ്പ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സർവൈവ് ചെയ്യാൻ പറ്റണം, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റണം. നിങ്ങളുടെ സാമ്പത്തിക നില എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഇൻകം സോഴ്സും നിങ്ങൾക്ക് നിലവിലില്ല, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ രൂപത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം കാലം ജോലി ചെയ്യാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും? അവിടെ സ്റ്റക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക നില എന്ന് പറയുന്നത് അത് പരുങ്ങലിലാണെന്നാണ് അതിന്റെ. നമുക്ക് സ്റ്റക്ക് ആവാതെ എത്ര കാലം ഒരാൾക്ക് ജോലി ഇല്ലാതെ എത്ര കാലം, എത്ര ദിവസങ്ങള്, എത്ര മാസങ്ങള്, എത്ര വർഷങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഒരാളുടെ സാമ്പത്തിക നില എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സാമ്പത്തിക നില ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദിവസം ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും? എത്ര ദിവസം പറ്റും? അധ്വാനിക്കാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും? പറ്റില്ല. അപ്പൊ നമ്മളുടെ സാമ്പത്തിക നില എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച രീതിയിലോട്ട് എത്തിയിട്ടില്ല, അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്തിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോ നമുക്ക് ജോലി ചെയ്യാതെയും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. അതിന് പൈസ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയണം.
ഓക്കെ, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ മെയിൻ ആയിട്ട് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 3 കാറ്റഗറി ആൾക്കാരാണുള്ളത്. അറിയോ എത്ര കാറ്റഗറിയാണുള്ളത്? ഒരു സാമ്പത്തിക അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 3 കാറ്റഗറിയാണുള്ളത്. ഒന്ന് പാവപ്പെട്ട ആൾക്കാർ, അല്ലെ, ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ട ആളുകള്. രണ്ടാമത്തത് ഇടത്തരക്കാര്, മിഡിൽ ക്ലാസ്. അതുപോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. ഒന്ന് വളരെ പാവപ്പെട്ട ആളുകള്, അടുത്തത് മിഡിൽ ക്ലാസ്, അടുത്തത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, സമ്പന്നരായിട്ടുള്ള ആൾക്കാർ. ഈ 3 കാറ്റഗറിയാണ്. എങ്ങനെ ഈ 3 കാറ്റഗറി ഉണ്ടായത്? എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു 3 കാറ്റഗറിയെ തീരുമാനിച്ചത്? തീർച്ചയായിട്ടും എന്താണ്, കയ്യിലുള്ള പൈസന്റെ അടിസ്ഥാനത്തില്, അല്ലേ? പക്ഷെ എന്നാൽ ഈ പൈസയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? നമുക്ക് ഈ ഒരു പൈസയിൽ മാത്രമേ വ്യത്യാസം കാണാൻ പറ്റുള്ളൂ ഇവരെ 3 കൂട്ടരെയും ഒബ്സർവ് ചെയ്ത് നോക്കുന്ന സമയത്ത്? നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളാണെന്ന് വിചാരിക്കാം, ഇവിടെ ചൊവ്വയെന്നോ വ്യാഴത്തു നിന്നൊക്കെ വന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഈ ഭൂമിയിലോട്ട് വരുമ്പോൾ നമ്മൾ 3 കാറ്റഗറി ആൾക്കാരെ കാണുകയാണ്. മൈൻഡ് സെറ്റിലെ വ്യത്യാസമുണ്ട്. അപ്പോ ഇവരിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മൈൻഡ് സെറ്റിലെ വ്യത്യാസമുണ്ട്, കൾച്ചറിലെ വ്യത്യാസമുണ്ട്, ലൈഫ് സ്റ്റൈലിലെ വ്യത്യാസമുണ്ട്. വെരി ഗുഡ്. പിന്നെ പൈസന്റെ എമൗണ്ടിൽ ഒബ്വിയസ്ലി വ്യത്യാസമുണ്ട്. പിന്നെ പ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, അറിവിലെ വ്യത്യാസമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്, തീർച്ചയായും ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു ഏലിയൻ ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു 3 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളൊരു ഏലിയൻ ആണ്, നിങ്ങളുടെ കയ്യിൽ ഒരു 3 lakh rupees ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വിചാരിക്കുക, ഇവര് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പൊ എങ്ങനെ ഇത് മനസ്സിലാക്കുക? നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ എടുത്ത് ആദ്യം എന്ത് ചെയ്യാ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുക. രണ്ടാമത്തെ ഒരു 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 1 lakh എടുത്തിട്ട് ഒരു മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈലുള്ള ഒരാളുടെ കയ്യിൽ കൊടുക്കുക. അടുത്ത 1 ലക്ഷം എടുത്തിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ കൊടുക്കുക. അപ്പൊ ഈ 3 കാറ്റഗറി പെട്ട ഓരോരുത്തരുടെ കയ്യിൽ പൈസ കൊടുക്കുക. പൈസ കൊടുത്തതിന് ശേഷം ഒബ്സർവ് ചെയ്യുന്നത്, ഇവർ ഈ 1 lakh rupees കൊണ്ട് ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള കാര്യമുണ്ട്. റിച്ച് മാൻ വിൽ ഡു ബിസിനസ്. യെസ്. ഹൗ ടു മൾട്ടിപ്ലൈ മണി. യെസ് യെസ് യെസ്. അപ്പോ പാവപ്പെട്ട ഒരാളുടെ കയ്യിൽ നമ്മൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാല് എന്ത് ചെയ്യും ആളുടെ മുന്നിൽ എന്തുണ്ടാവും? ആവശ്യങ്ങളുടെയും അത്യാവശ്യങ്ങളുടെയും ഒക്കെ എന്തുണ്ടാവും? ഒരു ക്യൂ തന്നെ ഉണ്ടാവും, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യും ഈ 1 lakh എടുത്തിട്ട് എന്ത് ചെയ്യും? ഓരോ ആവശ്യങ്ങളായിട്ട് ചെയ്യും. എന്നിട്ടോ ആവശ്യങ്ങള് അവസാനിക്കുമോ? അത്യാവശ്യങ്ങൾ അവസാനിക്കുമോ? ഇല്ല. എന്നാ കയ്യിലുള്ള പൈസ തീരുവോ? കയ്യിലുള്ള പൈസ തീരും ചെയ്യും, ആവശ്യങ്ങളുടെ നിരട്ട് അവസാനിക്കില്ല. ഓക്കെ, അടുത്തത് മിഡിൽ ക്ലാസ് പെട്ട ആൾക്കാർ. ഇവരും എന്താ ചെയ്യാ? ഇവർക്കും ആവശ്യങ്ങൾ ഉണ്ടാവും, അത്യാവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ട് ഈ പൈസ സ്പെൻഡ് ചെയ്യും. ബാക്കിക്കോ? ബാക്കി ഫോർ എക്സാമ്പിൾ, ഇവർക്ക് 3 പേർക്കും, ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും ഓരോ ബൈക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവരുടെ കയ്യിലാണ് നിങ്ങൾ ഈ 1 lakh കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോ ആദ്യത്തെ ആൾ എന്ത് ചെയ്യും? ആദ്യത്തെ ആള് പോയിട്ട് ഈ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഈ ബൈക്കിന്റെ അടുത്തേക്ക് പോലും അയാൾ എത്തില്ല. പാവപ്പെട്ട ആള് ചിലപ്പോ ഒരുവിധം ആവശ്യങ്ങളൊക്കെ തീർത്തിട്ട് 10,000-20,000 രൂപ കയ്യിൽ ബാക്കി ഉണ്ട് എങ്കിൽ അത് കൊടുത്ത് ഒരു ബൈക്ക് എടുക്കും. ബാക്കി എന്ത് ചെയ്യും? EMI ഇടും. EMI ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇയാളുടെ ബാധ്യതകളുടെ ലിസ്റ്റിലേക്ക് അയാൾ ഒന്നുകൂടി ആഡ് ചെയ്യും. അതാണ് സംഭവിക്കുക. മിഡിൽ ക്ലാസ്സിലുള്ള ആളും ചെയ്യുന്നത് ഇതേ കാര്യമാണ്. നേരെ പോയിട്ട് 1 lakh കൊടുത്തിട്ട് ബൈക്ക് എടുക്കും. ബൈക്ക് എടുത്തിട്ട് ബാക്കി EMI ഇടും. എന്നിട്ടോ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ EMI കൊടുത്തിട്ട് അങ്ങനെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകും.
ഇനി ധനികനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിങ്ങൾ ഈ 1 ലക്ഷം കൊടുത്തു, ആൾക്ക് ബൈക്ക് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ഈ 1 ലക്ഷം ഇയാൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? നല്ല ഏതെങ്കിലും ഒരു ഷെയർ വാങ്ങിക്കുകയോ ഏതെങ്കിലും ഒരു രൂപത്തിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ആ രൂപത്തിൽ ട്രേഡിങ് ചെയ്യുകയോ അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അയാൾ ഏതിലാണോ എക്സ്പേർട്ട് ആയിട്ടുള്ളത് ആ രൂപത്തിൽ ആ ഒരു പണം മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാത്തിരിക്കുക എന്നുള്ളത്. ആ പൈസ ഒരു 1 ലക്ഷം അതിൽ നിന്ന് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് അത് ഇയാൾ എടുക്കും. അതെടുത്തിട്ടോ അതിന് ഒബ്സർവ് ചെയ്യും അത് എത്ര പൈസ ഉണ്ട് എന്നുള്ളത്. അപ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ഈ ഒരു റിച്ച് ആയിട്ടുള്ള ആൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പൈസയുടെ മൂല്യം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഈ കിട്ടുന്ന പ്രോഫിറ്റ് അയാൾ എന്ത് ചെയ്യും? റീഇൻവെസ്റ്റ് ചെയ്യും, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോ അതിൽ നിന്ന് ആ പൈസ വീണ്ടും അയാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഈ രൂപത്തില് ഇയാളുടെ കയ്യിൽ അത്യാവശ്യം പൈസ ആകുന്ന സമയത്ത് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇയാളുടെ കയ്യിൽ പൈസ ബാക്കിയാകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും? ബൈക്ക് എടുക്കും. അപ്പൊ അയാൾക്ക് ബൈക്ക് എടുക്കുക എന്നുള്ള അയാളുടെ ആഗ്രഹവും സാധിച്ചു. അയാൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പൈസയുടെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കമ്പനി പൊളിഞ്ഞാലോ എന്നില്ലേ, നമുക്ക് സംസാരിക്കാം കേട്ടോ അതിനെ കുറിച്ച്. ഓക്കെ. അപ്പോ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ മൂല്യം കൂടുകയും ചെയ്തു, കയ്യിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടെ ആ സാധനം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളെയും വ്യത്യസ്തരാക്കുന്നത് പൈസ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പൈസ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ പാവപ്പെട്ട ആളുകളായിക്കോട്ടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരായിരിക്കും. അതായത് ഒരു പൈസ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിഷ് ലിസ്റ്റിൽ കുറെ സാധനങ്ങൾ ഉണ്ടാവും. ആദ്യം പോയിട്ട് എന്ത് ചെയ്യും? അതൊക്കെ വാങ്ങിക്കും. ആദ്യം അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ എന്ത് പറ്റും? അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ കയ്യിൽ ഉണ്ടാവില്ല. അവര് കടം വാങ്ങിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ അധ്വാനിക്കേണ്ടി വരും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പണക്കാരായിട്ടുള്ള ആളുകളോ, അവര് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് ഓക്കെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പൈസ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ആഗ്രഹങ്ങൾ സാധിക്കും. അതായത് ആ പണത്തിനെ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ, ജോലി ചെയ്യിപ്പിക്കാൻ അവര് അതിനു വേണ്ടി ഒരു സമയം മാറ്റിവെക്കും, അതിനൊരു സമയം കൊടുക്കും. ഓക്കെ. അപ്പൊ ആ രൂപത്തിലാണ് കാര്യങ്ങള് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പണക്കാരായിട്ടുള്ള ആളുകളും പാവപ്പെട്ട ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ആസ്തി? എന്താണ് ബാധ്യത? എന്താണ്? എന്താണ് ആസ്തി? എന്താണ് ബാധ്യത? ചാറ്റ് ചെയ്യൂ, ടൈപ്പ് ചെയ്യൂ. എന്താണ് ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ലേ? ആസ്തി മീൻസ് അസറ്റ്സ്. ഓക്കെ ഓക്കെ. ബാധ്യത ചെലവ്, ആസ്തി വരുമാനം. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം അറിയാം അല്ലെ? ആസ്തി എന്ന് പറയുന്നത് നമ്മളിലേക്ക്, നമ്മുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നത് ആസ്തിയാണ്. നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോകുന്നത് ബാധ്യതയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിലിപ്പോ എന്താ അത്ര പറയാനുള്ളത്? ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ബാധ്യത നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും, ആസ്തിയിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ വരും. പക്ഷെ പലപ്പോഴും ഇത്ര സിമ്പിൾ ആണ് ഈ കാര്യം. അത് സിമ്പിൾ ആയതുകൊണ്ട് തന്നെ
പലപ്പോഴും ആൾക്കാർ ഇത് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ മിഡിൽ ക്ലാസ്സിൽ പെട്ട ആൾക്കാരെ ഒബ്സർവ് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആസ്തിയാണ് എന്ന് വിചാരിച്ച് പലപ്പോഴും ഇവർ ബാധ്യതകൾ വാങ്ങിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാ ആസ്തിയാണെന്ന് കരുതി ബാധ്യതകൾ വാങ്ങുന്നത്? എങ്ങനെയാ എങ്ങനെയാ ഒരു എക്സാമ്പിൾ പറയാം. ഒരു വീട് നമുക്ക് വാങ്ങണം. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്, താമസിക്കാൻ നമുക്ക് വീട് വേണം. അത്യാവശ്യമുള്ള ബേസിക് നീഡാണ് നമ്മളുടെ. അപ്പൊ നമുക്കൊരു വീട് വാങ്ങിക്കണം. ഈ വീട് വാങ്ങിക്കുന്ന സമയത്ത് വീട് ഒരു ആസ്തിയാണോ ബാധ്യതയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ വീടുകള് നമ്മളുടെ അസറ്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതയാണോ? ബോത്ത്. യെസ്. വീട് എന്ന് പറയുന്ന ഒരു വല്ലാത്ത വികാരമാണല്ലേ, വല്ലാത്തൊരു ഇമോഷൻ ആണല്ലേ. നമ്മളൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കുന്ന വല്ലാത്തൊരു ഇമോഷനാണ്. വല്ലാത്തൊരു ഇമോഷണലി നമ്മൾ വീടുമായിട്ട് ഭയങ്കര കണക്റ്റഡ്, പ്രത്യേകിച്ച് മലയാളികൾ ഇല്ലേ. നമുക്കൊരു വീട് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ്. സ്വന്തമായിട്ട് വീട് വേണം, നല്ല വീട് വേണം. തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റില്ല. പക്ഷെ നമ്മൾ ഒരു ഫൈനാൻഷ്യലി നമ്മൾ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീട് യഥാർത്ഥത്തിൽ ഒരു ബാധ്യതയാണ്. പണത്തിന്റെ രീതിയിൽ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒരു ബാധ്യതയാണ്. കാരണം നമ്മളിലേക്ക് വീട് പണം കൊണ്ടുവരുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആ വീട് നിങ്ങൾക്ക് പണം തരുന്നുണ്ടോ? നിങ്ങൾ അങ്ങോട്ട് പൈസ ചെലവാക്കാണ് വേണ്ടത്. നിങ്ങൾ അതിന്റെ ജോലികൾക്ക് വേണ്ടിയിട്ട് അത് വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ വീടിന്റെ മെയിൻ്റനൻസ്, നിങ്ങൾക്ക് വീട് നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം. നിങ്ങളൊരു വാടകയ്ക്കൊക്കെ വീട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പൈസ ഉണ്ടാക്കി തരും, വീട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കും. അല്ലാത്തപ്പോ നിങ്ങളുടെ വീടെന്ന് പറയുന്നത് അതൊരു ഡെഡ് മണിയാണ്. അതായത് നിങ്ങൾക്കൊന്നും അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോ വീടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബാധ്യതയാണ്. അത് നമ്മൾ ഭയങ്കര ഇമോഷണലി അതുമായിട്ട് കണക്റ്റഡ് ആണ്. വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ താമസിക്കുന്ന വീടിനെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മളിപ്പോ താമസിക്കുന്ന വീട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻകം തരുന്നില്ല. അപ്പോ നമ്മളുടെ വീടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്കതൊരു ബാധ്യതയാണ്. ഇനിയിപ്പോ നിങ്ങളൊരു വണ്ടി എടുക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടൊരു കാർ എടുക്കാം, അത് നീഡാണ്, ബേസിക് നീഡാണ്. പക്ഷെ അതൊരു അസറ്റ് ആണോ? ഒരു വണ്ടി എടുക്കുന്നത് ഒരു അസറ്റ് ആണോ? അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തരും. അത് വാടക കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൈസ തരും. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, അതിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങോട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള റിട്ടേൺസ് ഒന്നും കിട്ടുകയും ഇല്ല. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ പലപ്പോഴും മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഒരു ബൈക്ക് എടുക്കുക, ഒരു വീട് എടുക്കുക, ഇതൊക്കെ ഒരു സമ്പാദ്യമാണ് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും നമ്മളുടെ വീടോ നമ്മുടെ വണ്ടിയോ നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യാത്തിടത്തോളം കാലം നമ്മൾക്കതൊരു നല്ല അസറ്റ് അല്ല. തീർച്ചയായിട്ടും വീടില്ലാതെ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് വീട് വേണം, വീട് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഫൈനാൻഷ്യലി ചിന്തിക്കുന്ന സമയത്ത് ശരിക്കും വീടെന്ന് പറയുന്നത് അത്ര നല്ലൊരു അസറ്റ് അല്ല. നമുക്കൊരു ഇതായിട്ട് കാണാൻ പറ്റില്ല, നമുക്കൊരു അസറ്റ് ആയിട്ട് അതിനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. യെസ്, ഹോം ഈസ് എ നെസസറി, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് വീട് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോ അസറ്റും ബാധ്യതയും തമ്മിൽ ഉള്ള വ്യത്യാസം നമ്മൾ സംസാരിച്ചു. അപ്പൊ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് പണം കൊണ്ടുവരുന്നതാവണം, നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടണം. ഏതൊരു അസറ്റിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടണം. ബാധ്യതയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കും. ഓക്കെ. ധനികരായിട്ടുള്ള ആൾക്കാര് ആസ്തികളാണ് വാങ്ങുന്നത്, ഷെയറുകളാണ് വാങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ഷെയറിന്റെ മൂല്യം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് അവരവരുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയി, പ്രോഫിറ്റ് ആയി, അവരുടെ ലൈഫിന്റെ കാര്യങ്ങൾ നടത്തി ചെയ്തു. പക്ഷെ നമുക്കിപ്പോ ഒരു പൈസ കിട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി നമ്മുടെ ഒരു ആവശ്യം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ആവശ്യം ആ സമയത്ത് കഴിയും, അത് ഓക്കെയാണ്. പക്ഷെ നെക്സ്റ്റ് അടുത്തൊരു ആവശ്യം വരുന്ന സമയത്തോ എന്ത് ചെയ്യും? അടുത്ത ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയിട്ട് ഒന്നുകിൽ കടം വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിട്ടി പിടിക്കേണ്ടി വരും. ഈ രൂപത്തിൽ നമ്മൾ വീണ്ടും ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു റിച്ച് ആയിട്ടുള്ള ആളാകണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കിട്ടുന്ന പൈസനെ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ പൈസനെ ചെലവഴിക്കുന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഒരു 10,000 രൂപ ഞാൻ തന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെ സ്പെൻഡ് ചെയ്യും? നേരെ പോയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യം നടത്തുകയാണോ ചെയ്യുക? ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും രൂപത്തിൽ ഒരു സേവിങ്സിലേക്ക് നീക്കി വെച്ച് എന്നിട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണോ ചിന്തിക്കുക? ഏത് രൂപത്തിലാണ് ചിന്തിക്കുക? എടുത്തു വെക്കുന്ന ആൾക്കാരുണ്ട്, മുഴുവൻ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല രൂപത്തിലുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എന്റെ ഒരു സ്പെൻഡ് ചെയ്യുന്ന ഒരു കൾച്ചർ ഏതാണ്, ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. അപ്പൊ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് കിട്ടണ്ടേ എന്നില്ലേ? എനിക്കിപ്പോഴും കടമാണ്, എനിക്കിപ്പോഴും ബാധ്യതയാണ്, എനിക്കിപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്, എന്നിട്ടല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും തീർന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ സേവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മളുടെ കയ്യിലേക്ക് പൈസ വരുന്നതിനനുസരിച്ച് നമ്മളുടെ ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ജോലി ചെയ്യുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്, അപ്പോ കിട്ടുന്ന സാലറി തികയുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? കുറച്ചുകൂടി സാലറി കിട്ടിയാല് എന്ത് പറ്റും? എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാന്ന് വിചാരിക്കും. എന്നാ സാലറി കൂടിയാലോ, കിട്ടുന്ന പൈസ കൂടിയാൽ എന്ത് സംഭവിക്കും? ചെലവ് കൂടും. അപ്പോ വീണ്ടും എന്ത് ചെയ്യും? പഴയ അതേ അവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകും കാര്യങ്ങള്. അപ്പൊ സാലറി കൂടിയാൽ അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന പൈസ കൂടിയാല് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീരെ? കിട്ടുന്ന പൈസനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പഠിക്കാം. ഓരോന്നിനും എത്ര രൂപ, ഇപ്പൊ 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാറ്റി വെക്കുക എന്നുള്ളത്. എന്തിന്? ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട പൈസ മാറ്റി വെക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഒരു മാസം 10,000 രൂപ കിട്ടുന്നതിൽ 2,000 നിങ്ങൾക്ക് മാറ്റി വെക്കാനോ പറ്റുള്ളൂ, എങ്ങനെയൊക്കെ നോക്കിയാലും. അപ്പോ ഈ 2,000 രൂപ ആദ്യം മാറ്റി വെക്കുക. അവസാനം മാറ്റി വെക്കാന്ന് വിചാരിച്ചാൽ 2,000 രൂപ പോയിട്ട് 2 രൂപ പോലും കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം ഈ 2,000 രൂപ മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയിൽ നിങ്ങളുടെ ആവശ്യങ്ങള്, അത്യാവശ്യങ്ങള്, ഇതൊക്കെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി കടമുണ്ട് എന്നുണ്ടെങ്കിൽ കടമുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അവരുമായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യുക, നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് പറയാം, ഓക്കെ ഇത്ര സമയം വേണം കേട്ടോ എനിക്ക് ഈ കടം തീർക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് കടം തീർക്കാതെ കുറച്ച് കുറച്ച് പൈസ അതിലേക്ക് മാറ്റി വെച്ചിട്ട് പതിയെ ആ കടം വീട്ടുകയും ചെയ്യാം. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യുകയും ചെയ്യാം, ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ എപ്പോഴും നീഡ്സും വാണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനുഷ്യന്മാർക്ക് ആവശ്യങ്ങളും ഉണ്ട്, ആഗ്രഹങ്ങളും ഉണ്ട്. ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. വീട് ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഇതൊന്നും കട്ട് ചെയ്തിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോ ചില വിനോദങ്ങൾ, നമ്മള് ചില എന്റർടൈൻമെന്റ്സ് ഒരുപാട് പൈസ പോകുന്നതാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പൈസ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വാങ്ങിക്കാം, നിങ്ങൾക്ക് യാത്ര പോകണം എന്നുണ്ടെങ്കിൽ പോകാം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം.
ആ ഒരു രൂപത്തിലേക്ക് വരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് റിച്ച് ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിച്ച് മൈൻഡ് സെറ്റ് വേണം, റിച്ച് ആയിട്ട് ചിന്തിക്കണം, നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ഉണ്ടാക്കിയ പൈസനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അല്ലാതെ ഇന്ന് കിട്ടുന്ന ഇൻകം സ്റ്റോപ്പ് ആയാൽ നമ്മുടെ ലൈഫ് അവിടെ സ്റ്റോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിച്ച് അല്ല. നമ്മൾ റിച്ച് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിച്ച് ആകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മൾ ജോലി ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സർവൈവ് ചെയ്യാൻ പറ്റണം. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടെ ആസ്തികൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൈം, നമ്മുടെ പൈസ, നമ്മുടെ എഫേർട്ട് അതിന് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. സോറി. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണം അല്ലേ? നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പൈസ ഉണ്ടാക്കണം. എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കുക? എങ്ങനെയാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ നമ്മൾ എങ്ങനെയാ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ? നമ്മൾ എപ്പോഴും മൂല്യം കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് കിട്ടുന്ന എനിക്ക് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ, ഞാൻ ഇത്രയൊക്കെ ചെയ്യുള്ളൂ. ചില സ്കൂളിലൊക്കെ നമ്മൾ പോയാല് ചില ടീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? അത്ര നല്ല രൂപത്തിലൊന്നും എഫേർട്ട് എടുക്കുന്നത് നമ്മൾ കാണൂല. എഫേർട്ട് എടുക്കുന്നത് നമുക്ക് നമ്മൾ അതിലൊരു ചെറിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് പലരും പറയുന്നത് എന്താ? എനിക്ക് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ, ഞാൻ ഇത്രയൊക്കെ ചെയ്യണം, എനിക്ക് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ, എനിക്ക് കിട്ടുന്ന പൈസക്കുള്ള പണിയെ ഞാൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ, സാലറി കുറവായിരിക്കും. ഒരിക്കലും ആ രൂപത്തിൽ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ആ രൂപത്തിൽ ചിന്തിക്കാതിരിക്കുക. കാരണം നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ, നമുക്ക് എത്ര പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതോ, നമുക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഏത് രൂപത്തിൽ ആണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതോ ഒന്നും, അതും നമ്മുടെ വർക്കിലുള്ള ആത്മാർത്ഥതയിൽ കോംപ്രമൈസ് ചെയ്യുന്ന ആ രൂപത്തിലേക്ക് വരരുത് എന്നുള്ളതാണ്. നമ്മുടെ ജോലിയിലുള്ള ആത്മാർത്ഥത നമ്മൾ നമ്മുടെ 100% കൊടുക്കുക. പൈസ എത്ര കിട്ടുന്നു എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കരുത്. പലപ്പോഴും ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുക. മന്ത് 1-ാം തീയതി സാലറി കിട്ടുന്നതിന് വേണ്ടി മാത്രം പണി, സാലറി മാത്രമാണ് മോട്ടീവ് എന്ന രൂപത്തിൽ വരുമ്പോ പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മളിലേക്ക് പൈസ വരില്ല. പണത്തിന് വേണ്ടിയല്ല പണിയെടുക്കേണ്ടത്. ചെയ്യുന്ന ജോലിയെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അതിലേക്ക് 100% കൊടുത്തിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. ചെയ്യുന്നത് എന്തോ അതിലെ 100% സത്യസന്ധത പാലിക്കുക. നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ എക്സ്പെർട്ടൈസ്, നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് ഇൻകം വരുന്നതുമാണ്. അപ്പൊ എത്ര കിട്ടുന്നു എന്ന് നോക്കിയിട്ട് ഒരു ജോലിയും ചെയ്യരുത്. എത്രയോ കിട്ടിക്കോട്ടെ, അത് ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ എടുക്കേണ്ട പണി വൃത്തിയായിട്ട് എടുക്കുക, പൈസ വരും. അപ്പൊ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ലൈഫിൽ നന്നായിട്ട് ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ അംബാനി ആയിക്കോട്ടെ, അദാനി ആയിക്കോട്ടെ, ഇനി അതല്ല എലൻ മസ്ക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എടുത്തു നോക്കിയാല് അവര് രാവിലെ ഇരുന്നിട്ട് ഇന്നിപ്പോ ഇത്ര പൈസ എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും ചെയ്യാം. എങ്ങനെയാ ചിന്തിക്കുക അവര്? ഇന്ന് എനിക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് എന്റെ വർക്ക് എനിക്ക് കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും? എന്റെ ഗോളിലേക്ക് എനിക്ക് എങ്ങനെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും? എങ്ങനെ എന്റെ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ആ ഒരു ഔട്ട്പുട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇതിനെ കുറിച്ചാണ് ആലോചിക്കുക. ഏറ്റവും ബെസ്റ്റ് സർവീസ് എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും? സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ്സിൽ ആ ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു വിജയത്തിന്
നിലനിർത്തുന്ന കമ്പനീസ് ആയിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? അവരുടെ ജോലിയിലാണ്, അവരുടെ ഗോളിലാണ്. അവരുടെ കസ്റ്റമറെ ആയിക്കോട്ടെ, അവര് കൊടുക്കുന്ന സർവീസ് ആയിക്കോട്ടെ, അത് 100% കൊടുത്തിട്ട് ആണ് അവർ ആ സക്സസിൽ എത്തിയിരിക്കുന്നത്, ആ സക്സസിനെ നിലനിർത്തുന്നത്. എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളുടെ സക്സസിലേക്ക് എത്തുക എന്നുള്ളതിനേക്കാൾ പാടാണ് സക്സസ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്. വിജയത്തിലേക്ക് എത്താൻ കമ്പാരിറ്റീവ്ലി നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ വിജയിയായി തുടരുക എന്നുള്ളത് അത്യാവശ്യം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ക്ഷമയുണ്ടാവണം, തീർച്ചയായിട്ടും ആത്മാർത്ഥത ഉണ്ടാവണം, നമ്മളത് കാത്തിരിക്കാൻ വേണ്ടി തയ്യാറാവണം. ഉടൻ പണം അതില്ല. ഉടൻ പണത്തിന് പിന്നാലെ പോയാല് അത് നിങ്ങൾക്ക് 1-2 ദിവസം അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ നിലനിർത്താൻ പറ്റുള്ളൂ. ഉടൻ പണം എന്നുള്ളതല്ല. സർവീസിൽ ശ്രദ്ധിക്കാം, നമ്മുടെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കാം, നമ്മുടെ നോളജ് കൂട്ടിക്കൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, സ്കില്ല് കൂട്ടിക്കൊണ്ടിരിക്കുക, പൈസ വരും. അത് ഓരോ ദിവസവും കൂടുതൽ 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 മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കാം. അതിൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന പൈസനെ കൃത്യമായ രൂപത്തിൽ വിനിയോഗിക്കുക. അസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ സമയം എടുത്തുകൊണ്ട് ആ ഒരു സക്സസിനെ ബിൽഡ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കുന്ന സക്സസ്, പെട്ടെന്നുണ്ടാവുന്ന സക്സസ് പെട്ടെന്ന് പോവുകയും ചെയ്യും. സമയമെടുത്ത് എഫേർട്ട് ഇട്ട് ക്ഷമയോടെ കാത്തിരുന്ന് ജോലി ചെയ്ത് വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്യുന്നത് മാത്രമേ നില നിൽക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ്. ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, പൈസ പോയിട്ടിരിക്കാന്ന്. ശ്രദ്ധിച്ചു. പലപ്പോഴും പല ആൾക്കാർക്കും ഒരു പേടി ഉണ്ടാകുന്ന കാര്യമാണ് എന്ത്, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള പൈസ പോവോ, എനിക്ക് നഷ്ടപ്പെട്ടു പോവോ. ഈ ഒരു പേടി പലപ്പോഴും പല ആൾക്കാർക്കും ഉണ്ട്, ഇല്ലേ? ഉണ്ട്. നമ്മള് നോക്കാണ്, പണക്കാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ പണക്കാരനായ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്കറിയോ? കുടുംബസ്വത്ത് കിട്ടിയിട്ടുള്ള സമ്പന്നനായില്ല കേട്ടോ ഞാൻ പറയുന്നത്. സെൽഫായിട്ട് ആ ഒരു റിച്ച് ലെവലിലേക്ക് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ 1 രൂപ പോലും കയ്യിൽ നിന്ന് മിസ്സാവാതെ ഒരാൾക്കും സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ത്, 1 രൂപ പോലും കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഇഷ്ടംപോലെ പാവപ്പെട്ട ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കളഞ്ഞു പോലും പോയിട്ടുണ്ടാവില്ല 1 രൂപ പോലും. അപ്പൊ നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. കാരണം എന്താ, അത് ലേണിംഗ് എക്സ്പീരിയൻസുകളാണ്, അത് പഠിക്കാനുള്ള അവസരങ്ങളാണ്. എന്ത്, അടുത്ത പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ തെറ്റ് ഞാൻ ചെയ്യരുത് എന്നെനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യണം. അപ്പൊ എന്താ വിചാരിക്കുന്നത്, മാമിന് അത് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ, പൈസ പോയത് നമ്മളുടെ തല്ലേന്നില്ലേ? ഓക്കെ. പക്ഷെ നമുക്ക് പെയിനിൽ നിന്നാണ് പഠിക്കുക, വേദനയിൽ നിന്നാണ് പഠിക്കുക. അത് ലൈഫ് അങ്ങനെയാണ്. ലൈഫ് എപ്പോഴും നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച ലെസൺസിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ സങ്കടപ്പെട്ട് പൊട്ടി പാളീസായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച എക്സ്പീരിയൻസുകൾ, നമ്മൾ പഠിച്ച ആ ഒരു പാഠങ്ങൾ. അപ്പൊ നമ്മൾ ആ ഒരു പെയിന്, ആ ഒരു ലോസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ത്, ഇന്ന കാര്യങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ. അത് ശ്രദ്ധിച്ചാല് ഓക്കെ ആയി, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ വീണ്ടും പണി കിട്ടും. ഓക്കെ. ഇതില് ഒരു ദിവസം ഒരു ഫാർമർ ഇങ്ങനെ നടന്നു പോവാണ്. ഫാർമർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു മനുഷ്യന് അയാളുടെ അടുത്തേക്ക് വന്നു. അയാളോട് ചോദിച്ചു, ഹലോ ഡിയർ, നിങ്ങൾ ഈ പ്രാവശ്യം ഈ സീസണിൽ വീറ്റില്ലേ, ഗോതമ്പൊന്നും കൃഷി ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ഒന്നും വിതച്ചതൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഫാമർ പറയാണെന്ത്, ഇപ്രാവശ്യം മഴ പെയ്യോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും വിതച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഓക്കെ. മഴ പെയ്യുന്നുള്ള ടെൻഷൻ അല്ലേ? ഓക്കെ. അപ്പോ നിങ്ങള് കോണില്ലേ, നമ്മുടെ ചോളം, അപ്പൊ ചോളവും വിതച്ചില്ലേ? ഒന്നും കണ്ടില്ലല്ലോ, പാടമൊക്കെ ഇങ്ങനെ കാടിയൊക്കെ എടുക്കുവാണല്ലോ, ഒന്നും കണ്ടില്ലല്ലോ.
എന്താ ചോദിക്കാണ്? അതിപ്പോ ഈ പ്രാണികളെ വന്നിട്ട് ചോളം നശിപ്പിച്ച് കളഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട് ഞാന് ചോളവും വിതച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇപ്രാവശ്യം എന്താണ് വിതച്ചത് എന്ന് ചോദിക്കാണ് കർഷകനോട്. അപ്പൊ കർഷകൻ പറയണേ, ഞാൻ ഇപ്രാവശ്യം ഒന്നും വിതച്ചിട്ടില്ല, ഞാന് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലാം എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്, സുരക്ഷിതമാക്കി വെച്ചിരിക്കുകയാണ്. നെല്ലിന്റെ ഇല്ലേ, നമ്മുടെ കലവറ എന്ന് പറയൂലേ, കലവറയില് നമ്മൾ നെല്ല് അല്ലെങ്കിൽ വിത്ത് ഇത് സൂക്ഷിച്ചു വെക്കുന്നത് പോലെ പണം സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അവരത് അവരുടെ ലൈഫിൽ യൂസ് ചെയ്യുമോ? ഇല്ല. അവർക്ക് അതിന്റെ ഫലം ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അത് അവരവിടെ സൂക്ഷിച്ചു വെക്കും. പിന്നെ പിന്നെ അടുത്ത തലമുറയിലൊക്കെ വരുന്ന ആൾക്കാര്, ബുദ്ധിയുള്ള ആൾക്കാര് അതെടുത്തിട്ട് ചെലവഴിക്കുകയോ അത് അവര് യൂസ് ചെയ്യുകയോ ചെയ്യും. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ കയ്യിൽ എന്ത് ഉള്ള വിത്ത് പോലെയാണ്, ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിത്ത് പോലെ അതിങ്ങനെ അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുക. അതിനൊരു മാറ്റവും സംഭവിക്കില്ല, അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. വിത്തിനെ എടുത്ത് മണ്ണിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വളമിട്ട് കൊടുത്ത് അതിനെ പരിചരിച്ചു കൊടുത്താലാണ് അത് മുളയ്ക്കുക. മുളച്ച് പൊങ്ങി ശാഖകൾ വന്ന് ഇലകൾ വന്ന് പൂവിട്ട് കായായി വരുന്ന സമയത്താണ് നമുക്ക് അതിന്റെ ഫലം കിട്ടുക. അതുപോലെ പണം നിങ്ങൾ ഒരു സ്ഥലത്ത് എടുത്തു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ പണത്തിനെ എടുക്കണം, അതിനെ സുരക്ഷിതമായിട്ടുള്ളിടത്ത് നിക്ഷേപിക്കണം, അതിനാവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലുള്ള ഫലം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ അതെ, പത്തായത്തിൽ സൂക്ഷിച്ചു വെച്ച നെല്ല് പോലെയാണ്. അപ്പൊ നമ്മുടെ പണത്തിന് നമ്മൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഈ കർഷകന്റെ മൈൻഡ് സെറ്റ് ആണ് പലർക്കും. നഷ്ടപ്പെടുമോ, തെറ്റിപ്പോകുമോ, പ്രയാസപ്പെട്ടു പോകുമോ, പ്രയാസം വരുമോ, ഇത് ലോസ് ആയി പോകുമോ എന്നുള്ള പേടി കൊണ്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുക. ഉപയോഗിക്കണം. നമ്മൾ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാം നേടണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, അത് വർക്കൗട്ട് ആവില്ല. ചിലത് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരും. അത് നമുക്കുള്ള ലേണിംഗ് എക്സ്പീരിയൻസുകളാണ്. അതിന് ആ രൂപത്തില് ആ സെൻസിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് എല്ലാ ഇതും കൊണ്ടുപോയിട്ട് കളയാൻ പറ്റുമോ? പൈസ കൊണ്ടുപോയിട്ട് എല്ലായിടത്തും നിക്ഷേപിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നോക്കാതെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കണം. അതായത് നമ്മൾ നോക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണോ, നമുക്കത് അതായത് അഥവാ നഷ്ടത്തിലായി പോയാലും ഇത് നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യണം. ഇതൊക്കെ നോക്കി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പൈസയുടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. വെറുതെ പോയിട്ട് ചാടി കയറി എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയ്യോ എന്റെ പൈസ ഒക്കെ പോയേന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാൽക്കുലേറ്റ് ചെയ്യണം. പോയാൽ ഇത്രയാണ് പോവുക, എന്നാലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ ഒന്നും നമ്മുടെ കയ്യിലില്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ ഒരു ട്രോമയാക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിസ്ക് എടുക്കുക എന്നുള്ളത്. അത് വിചാരിച്ച് നിങ്ങൾ പോയി ഗാംബ്ലിങ് ചെയ്യണം എന്നല്ല പറയുന്നത്. ചൂതാട്ടം ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡാർക്ക്നെസ്സിൽ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ്. രാത്രി ഷൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് ലക്ഷ്യം കാണില്ല. കൊണ്ടു അല്ലേ? ഒരു 99% കൊള്ളാൻ സാധ്യതയില്ല, ആകെ ഒരു 1% ആണ് അത് കൊള്ളാൻ സാധ്യത ഉള്ളത്. അപ്പൊ ആ രൂപത്തില് അങ്ങോട്ട് എറിയ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് കൃത്യമായ രൂപത്തിൽ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മാത്രം റൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള രൂപത്തിൽ നിങ്ങളുടെ പണത്തിന് നിങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുക. എന്നും നിങ്ങൾ പണിയെടുക്കുക എന്നുള്ളതല്ല, എന്നും ഞാൻ എനിക്ക് വേണ്ടി പണിയെടുക്കുക എന്നല്ല. കുറച്ച് പൈസനെ കൊണ്ട് പണിയെടുപ്പിക്കണം. പൈസനെ കൊണ്ട് പണിയെടുപ്പിച്ച ആൾക്കാർ മാത്രമേ റിച്ച് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ബ്ലോക്കുകൾ കാണാൻ പറ്റില്ലേ? എന്ത്, ആദ്യം ഗോള് സെറ്റ് ചെയ്യുന്നതിൽ തന്നെ നമുക്ക് ബ്ലോക്ക് ആയിരിക്കും. ആദ്യം നമ്മളിങ്ങനെ നോക്കുമ്പോ അതല്ലേ ഒരു ഗോള് സെറ്റ് ചെയ്യാൻ ലക്ഷങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം ഗോൾ ലിസ്റ്റിൽ. കോടികളോ അല്ലെ? കോടികൾ എഴുതാൻ പറ്റുന്ന സമയത്ത് കോടികളോ അല്ലെ? കോടികള് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും?
കൈവിറയ്ക്കും. അതായത് നമുക്ക് തന്നെ ഉള്ളിലെ ബോധ്യം എന്ത്, എനിക്കിതൊന്നും പറ്റൂല, കോടികളൊന്നും എന്റെ പൊക്കില് ഒതുങ്ങൂല, കൊക്കിൽ ഒതുങ്ങിയത് കൊത്തിയാ പോരേന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത്. അപ്പൊ അവിടെ മുതല് ബ്ലോക്ക് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയം മുതലേ ഇത് കേൾക്കുന്നുണ്ടാവും ചിലപ്പോ. അപ്പൊ അവിടെ മുതൽ തുടങ്ങിയ ഫൈനാൻഷ്യൽ ബ്ലോക്കുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഉയർന്നു വരുന്ന സമയത്തൊക്കെ നമ്മൾ പാവപ്പെട്ടവരാണ് ഇല്ലേ, കേൾക്കുന്നതന്നെ. നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇങ്ങനെ പോയി ബിസിനസ് ഒന്നും ചെയ്താലോ, പൈസ ഇങ്ങനെ പോയാലേ റിസ്ക് എടുക്കാൻ പാടില്ല. അതിന്റെ കൂട്ടത്തിൽ ബിസിനസ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയ കുറെ ആൾക്കാരുടെ എക്സ്പീരിയൻസുകൾ കൂടി പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഒക്കെ ബ്ലോക്കാണ്. നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമുക്കത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പലപ്പോഴും നമ്മുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്ത്, പൈസ എങ്ങനെ ചെലവാക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പാരന്റ്സിന്റെ മോഡൽ നോക്കും. അവരെന്താ മന്ദൻ ആവുന്ന സമയത്ത് വരയ്ക്കുന്ന പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളും അത് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ആ ഒരു പാറ്റേൺ നമ്മൾ അതുപോലെ കോപ്പി ചെയ്തിട്ട് എടുത്തിരിക്കായിരിക്കും നമ്മുടെ ലൈഫിലേക്ക്. അപ്പൊ നമ്മൾ നോക്കുമ്പോ അവിടെയും ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇനിയിപ്പോ പൈസ ഉണ്ടാക്കണ സ്കില്ല് വേണ്ടേ, അതൊരു വലിയ പ്രശ്നമാണ്. എനിക്കെന്ത് കഴിവുള്ളത്, എനിക്കെന്ത് കഴിവുള്ളത് ഇല്ലേ, 10-35 വർഷം ഞാൻ എനിക്കെന്ത് കഴിവാനുള്ളതെന്ന് ചിന്തിക്കുന്നു. ഇതുവരെ എനിക്ക് എന്റെ കഴിവ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി അഥവാ മനസ്സിലാക്കിയാലോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്കത് നേടാൻ പറ്റുമോ, ഇങ്ങനെയുള്ള 1000 സംശയങ്ങളാണ് അല്ലെ. സെൽഫ് ഡൗട്ട്, കോൺഫിഡൻസ് കുറവ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ വരുന്ന വഴിക്ക്. ഇതിനെയൊക്കെ നമ്മൾ ഈ ബ്ലോക്കുകളെയൊക്കെ പൊട്ടിച്ച് വേണം എന്ത്, നമ്മൾ ആ ഒരു റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് നമ്മളെ സഹായിക്കുന്ന ദ ബെസ്റ്റ് ഓഫ് പ്ലാറ്റ്ഫോം ആണ് EFT എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ EFT ഗുരു കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ദ നമ്പർ 1 EFT പ്ലാറ്റ്ഫോം ആണ്. അപ്പോ നമ്മളുടെ ഒരുപാട് കോഴ്സുകൾ ജോയിൻ ചെയ്ത ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടാവാം, ഇനിയും ജോയിൻ ചെയ്യാൻ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടാവാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശങ്കിച്ചു നിൽക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും നിങ്ങളെപ്പോലെ ശങ്കിച്ചു നിന്നിരുന്ന ഒരാളായിരുന്നു. വേണോ വേണ്ടേ, വേണോ വേണ്ടേ ഇങ്ങനെ ആലോചിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്കിതിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റി, ബേസിക് ചെയ്തു, അഡ്വാൻസ്ഡ് ചെയ്തു, അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, കിട്ടാനിരിക്കും. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറയാണ്, 100% നിങ്ങൾക്ക് വേർത്ത് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വെച്ചിട്ട് ഞായറാഴ്ച 23rd ഫെബ്രുവരിയിൽ നമ്മുടെ 1 ഡേ EFT ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. റഫീഖ് സാറിന്റെ ഫുൾ ഡേ ക്ലാസ് ആണ്. PCMIയുടെ സപ്പോർട്ടോടുകൂടിയിട്ട് 1 മന്ത് നിങ്ങൾക്ക് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ മൈൻഡ് മാസ്റ്ററി കോഴ്സ് പോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്ന പ്രോഗ്രാം ആണ്. അപ്പോൾ താല്പര്യമുള്ള മുഴുവൻ ആളുകളും ശങ്കിച്ചു നിൽക്കാതെ, സംശയിച്ചു നിൽക്കാതെ കയറി വരിക എന്നുള്ളതാണ്. ഞാൻ ഏത് ബാച്ചിലായിരുന്നു, മൈൻഡ് മാസ്റ്ററി 5th ബാച്ചിലായിരുന്നു. ഈ സെപ്റ്റംബറിൽ കഴിഞ്ഞ ബാച്ചിലായിരുന്നു മൈൻഡ് മാസ്റ്ററി. അഡ്വാൻസ്ഡ് ഇതായിപ്പോ ഈ ഫെബ്രുവരി 1st ചെയ്യും. അപ്പോ ശങ്കിച്ചു നിൽക്കാതെ വരിക. നേട്ടങ്ങള്, ബ്ലോക്കുകൾ പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പൊ ബ്ലോക്കുകൾ ഒക്കെ പൊട്ടണം, അത് പൊട്ടാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ടൂളാണ് EFT, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂൾ, ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കുന്ന ടൂള്. അപ്പോ ഒരിക്കലും ശങ്കിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വളരെ വലിയ രൂപത്തിൽ നിങ്ങളുടെ ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും, നിങ്ങളുടെ ബ്ലോക്കുകളെ റിമൂവ് ചെയ്യാനും, ഉള്ളിലുള്ള ട്രോമകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ക്ലിയർ ചെയ്ത് നമ്മളെ ഇങ്ങോട്ട് പെർഫെക്റ്റ് ആക്കിയെടുക്കും. അത് 100% ഉറപ്പാണ്. അപ്പോ ചാറ്റ് ബോക്സിൽ നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ വീട് കോഴിക്കോട് കൊടുവള്ളിയാണ് വീട്. അപ്പോ എല്ലാവരും ജോയിൻ ചെയ്യുക. അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവട്ടെ. ഇത്രയും സമയം, 1 മണിക്കൂർ സമയം അല്ലെ എന്റെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു, ശ്രദ്ധയോട് കൂടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി എല്ലാവരോടും. എല്ലാവരുടെയും
ഞാൻ ഒരുപാട് നന്ദിയോട് കൂടിയിട്ട് എപ്പോഴും ഓർക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, വലിയ രീതിയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യും. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് ഹലോ. മോർണിംഗ്. ഹലോ. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. കാരണം ഞാനാണെങ്കിൽ 50-30-20 ആണ് ഞാൻ റൂൾ ചെയ്യുന്നത് സാമ്പത്തിക കാര്യത്തില്. 50-30-20 ഈ റൂളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം 20% ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അതിനകത്ത് MDS പോലുള്ള സ്കീമുകൾ ഞാൻ നിക്ഷേപം ചെയ്യുന്നുണ്ട്. കാരണം ഭാവിയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ 60-ആം വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഈ പറയുന്ന പരിപാടി ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ഇൻകം വരണം. അപ്പൊ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ കുറെ 4-5 വർഷം പഠിച്ചാണ് ഇതിന്റെ പുറകെ നല്ല രീതിയിൽ എഫക്ട് ഇട്ട് പഠിച്ചാണ്. കാരണം പഠിക്കാൻ വേണ്ടി വേറെ സ്ഥലങ്ങളിൽ പോയില്ല. എന്നാലും യൂട്യൂബിൽ കൂടെ അതുപോലെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞുള്ള പുസ്തകങ്ങൾ വായിക്കുകയും അതുള്ള കിട്ടിയ നോളജ്. പിന്നെ ഗിഫ്റ്റിലേക്ക് വന്നപ്പോൾ കുറെ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പൊട്ടിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ SIP പോലുള്ള കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു 3 വർഷത്തേക്ക് അത് നിരന്തരം ഫോളോ ചെയ്താൽ മാത്രമേ അപ്പൊ ചിലപ്പോ ഈ മാർക്കറ്റ് അപ്പും ഡൗൺ ആയിട്ട് കയറി ഇറങ്ങി നിൽക്കും. പക്ഷെ ആ സമയം ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അതിന് 3 വർഷം കഴിഞ്ഞ് 7 വർഷം ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ട ബെനിഫിറ്റ് നമ്മളിലേക്ക് വരുള്ളൂ. കാരണം അത് ക്ഷമയോടെ കളിക്കേണ്ട ഒരു കളിയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഓടിച്ചെന്ന് എനിക്കിപ്പം പണക്കാരനൊന്നും ഒരിക്കലും ആകാൻ പറ്റില്ല. കാരണം ഇതൊരു നല്ല രീതിയിൽ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നല്ലൊരു എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പഠിച്ചത് പല നല്ല നോളജുള്ള യൂട്യൂബിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിച്ച് ഡാഡ് പൂർ ഡാഡ് അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നും എനിക്ക് നല്ല നോളജ് കിട്ടി. പക്ഷെ വീട്ടിൽ നിന്നുള്ള അങ്ങനെയുള്ള നോളജ് കിട്ടിയില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള നോളജ് കിട്ടിയോണ്ട് വളരെ ഉപകാരം. പിന്നെ അതുപോലെ EFT വന്നപ്പോൾ കുറെ ബ്ലോക്കുകൾ പൊട്ടിമാവും. അതിന് റെഡ് സാറിനോട് നന്ദി പറയുന്നു, എല്ലാ ടീച്ചർമാരും. അതുപോലെ എന്റെ ടീച്ചറായ സാഗര ഹെയറിനോടും ഉബിനാമോനോടും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാവരോടും നന്ദി. താങ്ക് യു. വണ്ടർഫുൾ, അമേസിംഗ്. ഓക്കെ, അപ്പോ ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. വെരി ഗുഡ്. ഗുഡ് മോർണിംഗ് ആൾ. താങ്ക് ഗോഡ് ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. എനിക്ക് പറയാനുള്ള ഞാൻ എന്ത് ചെയ്താലും വളരെ ഡെഡിക്കേഷനോട് ആത്മാർത്ഥമായിട്ട് 100% കൊടുത്തേ ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്കത് അതിലെ ലാഭമോ നഷ്ടമോ ഞാൻ കണക്കാക്കാറേ ഇല്ല, ഏത് ജോലിയിലായാലും. പിന്നെ ഡിപ്പോസിറ്റ് ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ EFT വന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ട് തുടങ്ങി. അതിനു മുമ്പ് എനിക്ക് അറിയത്തില്ലായിരുന്നു സെൽഫ് ലവ് എന്താണ്, ഫോർഗീവ്നെസ് എന്താണ്, നമുക്ക് അറിയാമെങ്കിലും ആഴത്തിൽ അറിയത്തില്ല. ഇതിൽ വന്നതിന് ശേഷം അതൊക്കെ ഞാൻ പഠിച്ചത് കൊണ്ട് ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നു, പലർക്കും ഫോർഗീവ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് ജീവിതം മെച്ചപ്പെട്ടു വരുന്നു. ഇപ്പം ചെറുതായിട്ടൊക്കെ സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മെച്ചപ്പെടുത്തണം. അതിന്റെ പടിയാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഗോളിലായിട്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് 2025. അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നതിൽ. എന്റെ ജീവിതം മെച്ചപ്പെട്ടു വരുന്നു. ഞാൻ റഫീഖ് സാറിനും എന്റെ PCA ശ്രീലേഖ മാമിനും ഈ ടീമിനോട്, സാറിന്റെ എല്ലാ ടീം മെമ്പേഴ്സ് അവരെല്ലാവരെയും കാണാൻ ഭാഗ്യം ഉണ്ടായപ്പോ കോഴിക്കോട് വന്ന് സാറിന്റെ വീട്ടിൽ പോകാൻ പറ്റി. അതുകൊണ്ട് ഞാൻ ഇതിലെത്തിപ്പെട്ടത് ഒരുപാട് ബ്ലെസ്ഡ് ആണ്, ഹാപ്പിയാണ്. ഇപ്പോഴാണ് ഞാൻ ജീവിച്ചു തുടങ്ങുന്നത്. സന്തോഷത്തോടെ, ഹാപ്പിയായിട്ട്. അതാണ് എന്റെ ഗോള്. ചെയ്യുന്നത് 100% ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആക്രാന്തം ഇല്ല, പൈസയോട് എനിക്ക് ആക്രാന്തം ഇല്ല. ആവശ്യത്തിന് ഉതകുമ്പോഴാണ് അതിന് വരാമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതാണ് എന്റെ ഒരു പോളിസി. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും അല്ലേ, ജസ്റ്റില ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഹലോ മാം, ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. സൂപ്പർ ക്ലാസ് ആയിരുന്നു. ജസ്റ്റില വീഡിയോയിൽ വരാൻ പറ്റുമോ? ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലുള്ളത് മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ EFT 4th ബാച്ചിലായിരുന്നു മാം.
ഞാൻ വരുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് മാറി. എനിക്ക് വളരെ എല്ലാ ക്ലാസ്സും കേട്ട് കേട്ട് എന്റെ മനസ്സ് നല്ല ക്ലിയർ ആയി. ഞാനിപ്പം പുതിയ ഒരാളായി മാറി. നല്ല ജോലി കിട്ടി. എല്ലാ കാര്യങ്ങളും ഡ്രൈവിംഗ് പഠിച്ചു. പിന്നെ ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറി. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് EFT വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ക്ലാസ്സും ഒന്നിനൊന്ന് മെച്ചം എന്നല്ലാണ്ട് പറയാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും EFT ജോയിൻ ചെയ്യുക. കാരണം ജീവിതത്തിൽ ഒരു ചെറിയൊരു വള്ളിയാണ് കിട്ടുന്നത്, അത് പിടിച്ച് കയറുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അങ്ങനെ കയറിയ ഒരാളാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും EFT ജോയിൻ ചെയ്യണം. ചെറിയ പൈസയാണ് സാർ ചോദിച്ചിട്ടുള്ളത്. അത് പൈസയല്ല, കാരണം അടുത്ത മാസം തന്നെ അത് കിട്ടും എന്നുള്ള 100% ഉറപ്പ് എനിക്കുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യു ആൻഡ് യുവർ ടീം മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. അല്ലെ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് കേൾക്കുന്ന സമയത്തുള്ളൊരു എനർജി വല്ലാത്ത എനർജിയാണ്, വല്ലാത്ത സന്തോഷമാണ്. അല്ലെ, നമ്മള് നമ്മളുടെ 100% കൊടുക്കുക. ഇനിയും ഹാൻഡ് റൈസ് അലൈഹിസ്സലാം മാം ഹാൻഡ് റൈസ് ചെയ്തു. പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് മാം. ഹലോ മാം, കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ. ഹായ്, ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു മാം, കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ ക്ലാസ് ആയിരുന്നു. പിന്നെ EFT ഞാൻ EFT ലൈഫ് മാസ്റ്ററി 24th ബാച്ചിൽ വന്നതാണ്. പിന്നെ ലൈഫ് മാസ്റ്ററി ചെയ്തതിന് ശേഷമാണ് എന്റെ ജീവിതം ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കണം എന്ന് മനസ്സിലായത്, സെൽഫ് ലവ് കൊടുക്കണം, പിന്നെ ഫോർഗീവ്നെസ്സിനെ പറ്റി, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി, ഇത് കംപ്ലീറ്റ് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായത് ലൈഫ് മാസ്റ്ററിയിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഹെൽത്തിലായാലും വെൽത്തിലായാലും ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ട മാം, ഈ EFTയിൽ വരണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം വേണം. വെറുതെ ഞങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം പറ്റില്ല. കാരണം ക്ലാസ്സിൽ വന്നതിന് ശേഷം തന്നെ അത് കണ്ടിന്യൂ ചെയ്യാത്തവര് എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഞങ്ങള് സാറ് പറയുന്ന പോലെ ഞങ്ങൾ പറക്കും. എന്നാൽ സാറിന്റെ മെഡിറ്റേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾ പറക്കും. സാറ് പറഞ്ഞിട്ട് ഞങ്ങളെ പറപ്പിക്കുന്നത് അത് എത്രയോ വാസ്തവമാണ് സാർ മാം. പിന്നെന്താ പറയേണ്ടത്, പിന്നെ മാമിന്റെ ഇന്നത്തെ ഈ ക്ലാസ് പോലെ ഒരുപാട് ക്ലാസ്സുകൾ, നല്ല നല്ല ക്ലാസ്സുകളുമായി ഇനിയും വരണം. താങ്ക് യു മാം. താങ്ക് യു. ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് പറയൂ കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യൂ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് വരാൻ തോന്നുന്നില്ല. എങ്ങനെ? ആദ്യമായിട്ടാണ് വരാൻ തോന്നുന്നില്ല മാമിനെ, ആദ്യമായിട്ടാണ് കാണുന്നത്. ക്ലിയർ ആയില്ല. ഗുഡ് മോർണിംഗ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. മാമിനെ ആദ്യമായിട്ടൊക്കെ കാണണമെന്ന് പറയാ. ആദ്യമായിട്ടാണോ? ഞാന് 7ാമത്തെ ബാച്ചിലായിരുന്നു. എന്റെ കാലിന്റെ വേദനയൊക്കെ ആയിട്ടാണ് ഞാൻ അതിൽ കയറിയത്. അൽഹംദുലില്ലാ വേദന പൂർണ്ണമായിട്ടും മാറി. മാം പറഞ്ഞ പോലെ ഞാനും ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ അതിൽ വന്നതിന് ശേഷം നല്ല മാറ്റങ്ങളാണ്. ബിസിനസ്സും ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അസുഖമൊക്കെ പൂർണ്ണമായിട്ടും മാറി. നന്നായിട്ട് ജോലി ചെയ്യാനും നടക്കാനൊക്കെ പറ്റുന്നു. ഹെൽത്തും വെൽത്തും ഒക്കെ നന്നായിട്ട് പോണു മാം. വീടായാലും വീട്ടിലെ റിലേഷൻഷിപ്പ് ആയാലും ഒക്കെ നന്നായി പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. താങ്ക് യു മാം. ക്ലാസ് സൂപ്പർ. നെക്സ്റ്റ് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അന്നത്തെ ക്ലാസ് നല്ല സൂപ്പർ ആയിരുന്നു. അൽഹംദുലില്ലാ. താങ്ക് യു മാം. താങ്ക് യു. EFTയിൽ വന്നവരുടെ എല്ലാ അനുഗ്രഹങ്ങളും മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ, അനുഗ്രഹങ്ങൾ മാത്രം. എല്ലാറ്റിലും ഉയരാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ഞാന് കുറച്ച് ഡൗൺ ആയിരുന്നു, എന്നാലും ഞാൻ അതിനെന്താക്കിയപ്പോ എനിക്ക് എഴുതാനുള്ള എന്തോ ഒരു ഇതുണ്ട് കിട്ടിയ പോലെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എഴുതാനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ സാറിനും മാമിനും മറ്റ് PCAമാർക്കും, എന്റെ മാം സൗലത്ത് മാമാണ്. ഞാൻ 7ാമത്തെ ബാച്ചിൽ വന്നതാണ്. അൽഹംദുലില്ലാ. അവൾക്കൊക്കെ ഒരുപാട് നന്ദി. എന്റെ മാമിന് ഒരുപാട് സപ്പോർട്ടാണ്. അൽഹംദുലില്ലാ. താങ്ക് യു മാം.
ഓക്കെ, നെക്സ്റ്റ് നദീറ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. മാം, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മാം ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കാൻ വന്നതിൽ. നല്ല വിഷയമായിരുന്നു, നന്നായി കൈകാര്യം ചെയ്തു. മാമിന്റെ ബാച്ചിൽ തന്നെയാണ് ഞാനും നദീറ. നദീറ മാമിനെ എനിക്കറിയാം. നമ്മളെ ഗ്രൂപ്പായിട്ടൊക്കെ ടാപ്പ് ചെയ്യാനൊക്കെ മെമ്പർ അലി മാം പറഞ്ഞില്ലേ. വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ. ഇനിയും ഒരുപാട് വിഷയങ്ങളുമായി, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളായി വരട്ടെ ആശംസിക്കുന്നു. പിന്നെ EFT ഉള്ള സൗഭാഗ്യം പറയാനില്ലല്ലോ. അപ്പൊ അതിൽ വന്നതിൽ ദൈവത്തിന് സർവസ്തുതിയും, സാറിന് നമ്മളെ നയിക്കുന്ന സാറിനും അളവറ്റ നന്ദി, നമ്മളെ മേമന്മാർക്കും എല്ലാവർക്കും നന്ദി. പിന്നെ നമ്മളെ പുതിയ ബാച്ചുകാർ ഇതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഞാൻ പറയട്ടെ, സമയമുണ്ടോന്ന് എനിക്കറിയില്ല. പുതിയ ബാച്ചുകാർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഇതിൽ വന്നിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിച്ചു, ചെവിയുടെ കേൾവിശക്തി വർദ്ധിച്ചു, IBS ഉണ്ടാവും ആ സംഭവം എന്നിൽ നിന്ന് പരിപൂർണമായും പോയി. പിന്നെ സോറിയാസിസ് പോലെ എന്റെ കാലിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ വന്നു, അതൊക്കെ കംപ്ലീറ്റ് പോയി. പിന്നെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഓവർ തിങ്കിങ് പോയി, നെഗറ്റീവ് തോട്ട്സ് പോയി, എല്ലാം പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്നു. എല്ലാ റിലേഷൻഷിപ്പിലും, എല്ലാ സമ്പത്തിലും, മാനസികമായ അവസ്ഥയിലും, കുടുംബത്തിലും, അന്തരീക്ഷത്തിലും എല്ലാം ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വിട്ടുകൊടുക്കാൻ, ക്ഷമിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ മെഡിറ്റേഷൻ അടിപൊളിയായിരുന്നു. എനിക്ക് ശരിക്കും എന്റെ കണ്ണൊക്കെ നിറഞ്ഞ്, മൂക്കിന്ന് ഒക്കെ വെള്ളം, വായിൽ വെള്ളം നിറഞ്ഞ് മൂക്കിന്നൊക്കെ സെപ്പറേറ്റ് തുണികളൊക്കെ വേണ്ടി വന്നു, പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാൻ. അപ്പൊ അത്രയ്ക്കും എന്നിൽ നെഗറ്റിവിറ്റി പോയി എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഫോർഗീവ്നെസ്സോടുകൂടി കിട്ടിയ കാലം തുടങ്ങി EFT വന്നപ്പോ തുടങ്ങി കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കിപ്പോ കംപ്ലീറ്റ് പോയി. ഞാൻ വളരെയധികം സന്തോഷവതിയായി, നല്ല പോസിറ്റിവിറ്റിയിലാണ്. സോ മെനി താങ്ക്സ് മാം. മാം ഇനിയും വരിക, സ്വാഗതം. താങ്ക് യു. ോടും നന്ദി. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ, സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. നമുക്ക് വീണ്ടും ഇനിയും അമേസിംഗ് ആയിട്ടുള്ള നല്ല നല്ല ടോപ്പിക്കുകളുമായിട്ട് വീണ്ടും കാണാം. എത്രയും പെട്ടെന്ന് EFT ചെയ്യാത്ത ആരെങ്കിലും ആശങ്കയിൽ നിൽക്കുന്നെങ്കിൽ, എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഒക്കെ കേട്ടില്ലേ, പെട്ടെന്ന് ജോയിൻ ചെയ്യുക, ഓക്കെ. താങ്ക് യു. Thank you. Thank you, ma'am. Thank you. Thank you. താങ്ക് യു.